നമസ്കാരം. ദി പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്ന കഥക്കൂട്ടങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ തൊട്ടുലയ്ക്കുന്നൊരു കഥയുണ്ട്. അങ്ങ് ദൂരെ യുദ്ധം നടക്കുകയാണ്. കുറേ ദിവസമായിട്ട് ബാബുവിൻ്റെ ഒരു വിവരമില്ല. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആകെ വല്ലാത്ത പരിഭ്രാന്തിയിലായിരുന്നു. പക്ഷേ അതിലൊക്കെ അപ്പുറമായിരുന്നു കുഞ്ഞുനാൾ മുതൽ ബാബുവിൻ്റെ എല്ലാമായിരുന്ന കൂട്ടുകാരൻ്റെ ദുഃഖം. ഒരു ദിവസം രാവിലെ ആ കൂട്ടുകാരൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഞാൻ ബാബുവിനെയും അന്വേഷിച്ച് പോവുകയാണ്. നാട്ടിലെ പ്രമാണി ചോദിച്ചു, എന്ത് അബദ്ധമാണ് നീ പറയുന്നത്? യുദ്ധത്തിൻ്റെ ഭാഗമായി മിക്കവാറും ബാബു കൊല്ലപ്പെട്ടിരിക്കും. നീയും കൂടി അവിടെ പോയി മരിക്കുന്നത് എന്തിനാണ്? പക്ഷേ അവൻ പോയി. 4 ദിവസം കഴിഞ്ഞ് അവൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മൃതശരീരവുമായിട്ട് വന്നു. അവൻ്റെ ദേഹത്തും ഒരുപാട് മുറിപ്പാടുകളുണ്ടായിരുന്നു. അപ്പോഴും പ്രമാണി പറഞ്ഞു, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബാബു കൊല്ലപ്പെട്ടിരിക്കുമെന്ന്. നീ പോയിട്ടിപ്പോൾ എന്ത് ഫലമാണുണ്ടായത്? കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പോയത് എത്രയോ നന്നായി സാർ. ഞാനവിടെ ചെല്ലുമ്പോഴും ബാബുവിന് ജീവനുണ്ടായിരുന്നു. ആശുപത്രിയിലെ കട്ടിലിൽ അവൻ എന്തിനോ വേണ്ടി കാത്തു കിടക്കുകയായിരുന്നു. ഞാനവിടെ ചെന്ന് അവൻ്റെ കൈ പിടിക്കുമ്പോൾ അവൻ അവസാനമായി കണ്ണുകൾ തുറന്നു. പിന്നെ അവൻ ഇങ്ങനെ മന്ത്രിച്ചു, എനിക്കറിയാമായിരുന്നു നീ എന്നെ കാണാൻ വരുമെന്ന്. പിന്നെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. എന്നെ വല്ലാതെ ടച്ച് ചെയ്തൊരു കഥയാണിത്. ഇത്രയും അഗാധമായ ബന്ധങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുക? സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ വിട്ടുപോയ ഇങ്ങനെ എത്രയോ പേർ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പിരിയാനാവാത്ത ബന്ധമാണെങ്കിലും മരണം വന്ന് ഒരാളെ വിളിച്ചു കൊണ്ടുപോയാൽ എന്താ ചെയ്യുക? ഇതൊരു ഭാഗത്ത്. മറ്റൊന്ന് മനസ്സിലാകാതെ പോകുന്ന സ്നേഹമാണ്. ഒരു ഭാഗത്ത് നിന്ന് അഗാധമായ സ്നേഹവും മറുഭാഗത്ത് നിന്ന് നികത്താനാവാത്ത നിഷേധവും അനുഭവിച്ച എത്രയോ ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടില്ലേ? വീട്ടിൽ, നാട്ടിൽ, സ്വന്തം അനുഭവങ്ങളിൽ, കൺമുന്നിൽ കണ്ട ചില പ്രണയബന്ധങ്ങളിൽ, അങ്ങനെ പലയിടത്തും കണ്ടിട്ടില്ലേ അത്? ആ അനുഭവങ്ങളെ വാക്കുകളായും വരികളായും കുറിച്ച് അയച്ചു തരാമോ? കൂട്ടിൻ്റെ കഥകളുമായി നമുക്ക് മറ്റൊരു പരമ്പരയ്ക്ക് തുടക്കമിടാനാണ്. നിങ്ങളാണ് ആശയത്തെ എഴുതി അയക്കേണ്ടത്. ഞാൻ പറച്ചിലുകാരൻ മാത്രമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങളുടെ വരികൾക്കായി. വീണ്ടും ചില വീട്ടുകാരിൻ